ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്നൊരു DIY വോൾ ഹാങ്ങിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബോഹോ കളർഫുൾ വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വോൾ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്. ആദ്യം ഫ്രെയിം വേണം, നമ്മുടെ പിക്ചർ ഫ്രെയിം ഇല്ലേ അത് വേണം. അപ്പോൾ ഞാൻ 2 ഫ്രെയിം എടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. അപ്പം നിങ്ങൾക്ക് പിക്ചർ ഫ്രെയിം വേണ്ടെങ്കിൽ ഇതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് യാണാണ്, നല്ല കട്ടിയുള്ള ടൈപ്പ് നൂല്. അതൊരു പാക്കറ്റിന് 4 ദിർഹംസൊക്കെയാണ് ഇവിടെ. കളർഫുള്ളായിട്ട് പല കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടായിരുന്ന കളേഴ്സാണ് ഈ ബ്ലൂവും ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്രൗൺ. ഇനി വേണ്ടത് ഈ പിക്ചർ ഫ്രെയിം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഫ്രെയിം മാത്രം, പുറമേ ഉള്ളൊരു ഫ്രെയിം മാത്രം മതി. നമുക്കകത്തുള്ള ഗ്ലാസ് പോലത്തെ ഷീൽഡും ഈ കാർഡ്ബോർഡ് പീസും നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രെയിം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് യാൺ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അപ്പം ഞാൻ ബ്ലൂ എടുത്തു. അപ്പം കട്ടിയുള്ള നൂലിനാണ് യാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആമസോൺ ഓൺലൈനിലൊക്കെ മേടിക്കുന്നവർ യാണെന്ന് പല കളേഴ്സ് ഒരുമിച്ചൊക്കെ നിങ്ങൾക്ക് പാക്കറ്റിലൊക്കെ ഒരുമിച്ചൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ സ്റ്റേഷനറി കടയിലും ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ വോൾ ഹാങ്ങിങ്ങിന് എത്ര നീളം വേണോ അതിൻ്റെ ഡബിൾ ഹൈറ്റ് എടുക്കുക. എന്നിട്ട് അതിനെ 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കുമ്പോൾ നിങ്ങളുടെ വോൾ ഹാങ്ങിങ്ങിൻ്റെ ആ സെയിം ഹൈറ്റ് തന്നെ ആവും. അങ്ങനെയാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ ടോട്ടൽ വോൾ ഹാങ്ങിങ്ങിൻ്റെ ഹൈറ്റിൻ്റെ ഡബിൾ സൈസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കുക. അതിനെ എന്നിട്ട് 2ആയിട്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം നമ്മൾ ഫ്രെയിമിൻ്റെ നിങ്ങൾക്ക് ഏത് സൈഡിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ലോങ്ങസ്റ്റ് സൈഡ് ഫ്രെയിമാണ് എൻ്റെ ചരിച്ച് വെച്ച് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ, അതുപോലെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആ എൻഡിനുള്ളിലേക്ക് നമ്മൾ ഈ ടോട്ടൽ നൂല് വലിച്ച് അത് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ഫ്രെയിം ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്നത്, യാൺ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. നിങ്ങൾക്കത് വീണ്ടും ഒന്നുകൂടെ ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നതിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിത് ഫുള്ള് ഈ ഒരു DIYക്ക് ഫുള്ള് ചെയ്യേണ്ടത്. ഇതിനൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു DIY ആണ്. മൈൻഡിനെ കാം ചെയ്യാനും ഒക്കെ സഹായിക്കും ഇതുപോലെ ഓരോ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പകുതി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ് വേറൊരു ആംഗിളിൽ നിന്ന്. ഇതുപോലെ നമ്മൾ ആ ഒരു അറ്റം എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഫുൾ യാണിനെ അതുവഴി കയറ്റി ഇറക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തതാണേലും എല്ലാം ഒന്ന് വലിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. അത് ഫുള്ള് നമ്മൾ ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം നമ്മൾ ബാക്കിലേക്ക് എടുത്തിടുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു ഇതിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കളറ്. അപ്പോൾ ഞാനത് യെല്ലോ കൊടുത്തു, മസ്റ്റേർഡ് യെല്ലോ. ആ യെല്ലോ ഇതേ പ്രോസസ്സിൽ തന്നെ നമ്മൾ ആ ഒരു ഭാഗവും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂവും യെല്ലോയും കോമ്പിനേഷനിൽ നമ്മളത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആ ചെറിയ ഫ്രെയിമിലും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ബ്രൗൺ ആണ് ആദ്യം മേളത്തെ ആ ഒരു തട്ടിൽ കൊടുക്കുന്നത്. അപ്പം പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ കളേഴ്സൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഈ കളേഴ്സൊന്നും വേണമെന്നൊന്നുമില്ല. പല കളേഴ്സ് നമുക്ക് കുറച്ച് ബ്രൗൺ ചെയ്തിട്ട് ഇടയ്ക്ക് വേറൊരു കളർ കൊടുക്കാം. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഫുൾ ഒരേ കളർ കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് വേറെ ഏതെങ്കിലും കളർ ചെയ്യാം. അപ്പോൾ ദേ ബ്രൗൺ. അപ്പോൾ ഇത് ഞാൻ സ്പീഡ് വീഡിയോ കാണിക്കുന്നതാണ്. റിയൽ ലൈഫിൽ നമുക്കിത് കുറച്ച് ടൈം എടുത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനിടയ്ക്കൊക്കെ വന്നാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് കുറച്ച് സമയം, ഞാൻ പറഞ്ഞല്ലോ, സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്.
ബ്രൗൺ ചെയ്തതുപോലെ തന്നെ യെല്ലോയും ഞാൻ ചെയ്തെടുത്തു. അങ്ങനെ ആ ഒരു ഫ്രെയിമും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാങ് ചെയ്യാം. ഹാങ് ചെയ്യുമ്പം ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് തൊട്ട് താഴെയായിട്ട് ലെവൽ ചെയ്താണ് ഹാങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് 2 വോൾ ഹാങ്ങിങ് ആയിട്ട് ഹാങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ ആണിയുടെ തൊട്ട് താഴെ തന്നെ മറ്റൊരാണി അടിച്ച് വെച്ച് അവിടെ തന്നെയാണ് ആ ചെറിയ ഫ്രെയിമും. അപ്പോൾ ലെയറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊന്ന് നമ്മുടെ ചീപ്പ് വെച്ചിട്ടൊന്ന് കൊടുക്കുവാണ്. എന്തെങ്കിലും ഉടക്ക് പോലെ നമ്മുടെ മുടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ കളേഴ്സും കാണുന്നത് പോലെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഏറ്റവും താഴെയായിട്ട് ഞാൻ ബ്ലൂ കട്ട് ചെയ്തു. അതിന് തൊട്ട് മുകളിൽ യെല്ലോ കാണുന്ന പോലെ അത് കട്ട് ചെയ്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നേരെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഷേപ്പിലും കയറി ഇറങ്ങിയൊക്കെ കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം ബ്ലൂവും യെല്ലോയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെയറായിട്ട് തന്നെ നമ്മുടെ ചെറിയ ഫ്രെയിമും വെച്ചിട്ട് അതും കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ബ്രൗണും യെല്ലോയും കാണുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ട്രിം ചെയ്ത് ലെവലാക്കി. ഇനി നമ്മുടെ ഫൈനൽ വോൾ ഹാങ്ങിങ് കാണാം. പിന്നെ ഇത് ലെയർ ചെയ്യാതെ നിങ്ങൾക്കിത് രണ്ടായിട്ടും ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ സിമ്പിൾ DIY എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വീട് ഡെക്കോർ ചെയ്യാനായിട്ട് പറ്റിയൊരു വോൾ ഹാങ്ങിങ് ആണ്. കളർഫുൾ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.